പറയ കൽപ്പന. എന്തായി? ഡെലിവറി ബോയെ കണ്ടോ? ഇല്ല, അയാളിനി വേറെ വഴിക്ക് വരുമെന്നറിയില്ല. എന്താ ഗൗതം ഇത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇക്കാര്യമെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ചെയ്യണമെന്ന്. കണിമംഗലത്തേക്ക് വരാൻ പല വഴികളില്ലേ? വെച്ചിട്ട് പോകുന്നുണ്ടോ? ഇങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ കേൾക്കാനല്ല ഞാൻ അയച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ചിരിക്കാനും കൊഞ്ചാനും എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. ദേഷ്യം വരുമ്പോ കൽപ്പനയുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ്. ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്നറിയാവോ? ഒരു ശവക്കുഴിയുടെ മേളില്. ആ ഹോട്ടലിലെ ഡെലിവറി ബോയ് കൊണ്ടുവന്ന ഭക്ഷണം കുഴി കുത്തി മൂടിയതിന് മുകളിൽ. കൃത്യമായിട്ട് ഡെലിവറി ബോയ് എന്റെ മുമ്പിൽ വന്ന് ചാടി. ഫുഡ് ഞാൻ കളക്റ്റും ചെയ്തു. അതിന്റെ സകല ഇടപാടുകളും തീർന്നു. താങ്ക് യു ഗൗതം. ഇനിയിപ്പോ അത്യാവശ്യം ചിരിക്കാനും കൊഞ്ചാനും ഒക്കെ എനിക്ക് വേണമെങ്കിൽ അടുത്ത് വരാലോ അല്ലേ? അല്ല, അവിടത്തെ അവസ്ഥ എന്താ? മുത്തശ്ശിയോട് നമ്മള് പറഞ്ഞിരിക്കുന്നത് ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാ വിഭവങ്ങളും മേശപ്പുറത്ത് എത്തുന്ന. പാവങ്ങള് ഇവിടെ എല്ലാരും വെയിറ്റിംഗില. പ്രിയങ്കയുടെ മായാജാലം കാണാൻ. എന്നാ പിന്നെ ഞാൻ വൈകിക്കുന്നില്ല, ഞാൻ പെട്ടെന്നങ്ങ് വരാം. പിന്നെ ഗൗതം, നീ ഭക്ഷണം കുഴിച്ചു മൂടിയത് ആരും കണ്ടില്ലല്ലോ? ഏയ്, ഇവിടെയെങ്ങും ആരുമില്ല. ഓക്കെ, എന്നാ നീ പെട്ടെന്ന് വാ. ഇതിപ്പോ സദ്യ പ്രതീക്ഷിച്ചിരുന്നിട്ട് വിശന്ന് ചാവാറായല്ലോ ഋഷി. എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷേ നിലവറവാതില് തുറന്നാലല്ലേ. അത്യാവശ്യമായിട്ടെ ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. നിങ്ങളെല്ലാം ഊണ് കഴിച്ചോ? നീ വൈകിട്ടൊന്നുമില്ല ഗൗതം. ഊണ് അവൾ ഇതുവരെ വിളമ്പിയിട്ടില്ല. അതെന്താ? പ്രിയങ്ക പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലേ? അത് നടക്കാൻ സാധ്യതയില്ലല്ലോ. മോളോട് ആയത് വിളമ്പിക്കോളാൻ പറയൂ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളൊക്കെ തമ്മിലല്ലേ. എന്നാ ചെറിയമേ, നമുക്കേ ഇലയും കിട്ടാലോ? അതിനെന്താ? നല്ല വൃത്തിയായിട്ട് തുടച്ചിടണം ചെറിയമ്മേ. കഴിക്കുന്നവരുടെ മനസ്സ് നിറയണെങ്കിലേ അങ്ങനെ വേണമെന്നാ പറയാ. അവൾ അതിനകത്ത് ജീവനോടുണ്ടോ? മോളെ പ്രിയങ്കേ, എല്ലാം തയ്യാറായോ? ദേ, ഞങ്ങളെല്ലാവരും ഇരിക്കുക കേട്ടോ. വാതിൽ തുറക്കും മോളെ. എല്ലാരും ഇരിക്കേ, സദ്യ ഇപ്പൊ വരും. മോളെ, വാതിൽ തുറക്കും മോളെ. ദേ, എല്ലാവരും കഴിക്കാൻ വന്നു. വാതിൽ തുറക്ക്.
പ്രിയങ്ക മോള് സമയമെടുത്തെങ്കിൽ എന്താ ഗംഭീരായിട്ടുണ്ട്. പറഞ്ഞത് സത്യമാണ് അച്ഛൻ, നന്നായിട്ടുണ്ട്. ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. സദ്യയിൽ ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ഏട്ടത്തി ഇത് പിടിച്ചേ, എല്ലാവർക്കും വിളമ്പി കൊടുക്കേട്ടത്തി. പിടിക്കേ. ചെറിയമ്മ ഈ കറി വിളമ്പി കൊടുക്ക. വിളമ്പിക്കും. സത്യം പറയാലോ പ്രിയങ്ക മോളെ, അടുക്കളയിൽ ആരും വേണ്ട, എല്ലാം തനിച്ച് ചെയ്തോളാന്ന് പറഞ്ഞപ്പോ ഞാനെന്താ പ്രതീക്ഷിച്ചെന്ന് അറിയാമോ? 1-2 കറികളും ചോറും. പക്ഷെ ഇതിപ്പോ കെങ്കേയമായ സദ്യ തന്നെയായി. ആ കൽപ്പന ഉർവശിയിരിക്കും, ഞാൻ വിളമ്പിത്തരാം. മറ്റാരഭിപ്രായം പറയുന്നതിനേക്കാളും നിങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തെക്കുറിച്ചും അവിടെ ജനിച്ച കുട്ടികളുടെ കൈപുണ്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോ ചിലർക്കൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ ശത്രുവിന്റെ മുമ്പിൽ ഈ ഭക്ഷണം വിളമ്പി വെച്ചാ പോലും അവരൊന്ന് അംഗീകരിച്ചിട്ടേ എഴുന്നേറ്റ് പോവത്തുള്ളൂ. ചന്ദ്രശേഖര, നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് എന്താ അഭിപ്രായം പറയാനേട്ടാ? പണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞുണ്ണാറില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് നാവില് വന്നതുപോലെ. ഏട്ടത്തി ഈ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഓ നന്നായിട്ടുണ്ട്. ഒന്ന് മനസ്സ് തെളിഞ്ഞ് പറ കൽപ്പന, നമ്മുടെ അനിയത്തിയില്ലേ? അച്ഛന്റെ മന്ത്രശക്തി എന്തോ പ്രിയങ്കയ്ക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ നേരത്തിനുള്ളിലേ ഇങ്ങനൊരു സംഭവം നടക്കില്ലല്ലോ. അച്ഛൻ ഞങ്ങൾക്ക് സ്ഥിരം പറഞ്ഞു തരാനുള്ള ഒരു പാഠമുണ്ട്. തോൽക്കൂ എന്നൊരു പേടി വന്നാ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോണമെന്ന്. ഞാനതാ ചെയ്തത്. ഹലോ, ഹോട്ടലാണ്? ഞാൻ കുറച്ച് സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കണിമംഗലത്തേക്ക്. അത് ഇതുവരെ എത്തിയില്ലല്ലോ. ഫുഡ് ഡെലിവറി ചെയ്തല്ലോ മാഡം. എന്താ നിങ്ങൾ പറയുന്നേ? ഇവിടെ ഓർഡർ ഒന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ ഡെലിവറി ബോയെ മാഡത്തിന്റെ ഹസ്ബൻഡ് വഴി വെച്ച് കണ്ടിരുന്നു. അദ്ദേഹം ഫുഡ് അന്വേഷിച്ച് വരികയാണെന്ന് പറഞ്ഞു. ബില്ല് പേ ചെയ്ത് അദ്ദേഹം ഫുഡ് വാങ്ങിക്കുകയും ചെയ്തു. അങ്ങോട്ട് എത്തിയില്ലേ മാഡം? എന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞോ? അങ്ങനെയാണ് ഡെലിവറി ബോയോട് പറഞ്ഞത്. അയാളോട് വിളിച്ച് ചോദിക്കണോ മാഡം? വേണ്ട, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. ഇനി ചിരിക്കാനും കൊഞ്ചാനും എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. Really? Thank
താങ്ക് യു ഗൗതം. മുത്തശ്ശിയോട് അവള് പറഞ്ഞിരിക്കുന്നത് ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാ വിഭവങ്ങളും മേശപ്പുറത്ത് എത്തുമെന്ന. ആ പാവങ്ങള് ഇവിടെ എല്ലാവരും വെയിറ്റിംഗില. പ്രിയങ്കയുടെ മായാജാലം കാണാൻ. പിന്നെ ഗൗതം, നീ ഭക്ഷണം കുഴിച്ചു മൂടിയത് ആരും കണ്ടില്ലല്ലോ? ഓക്കെ, എന്നാ നീ പെട്ടെന്ന് വാ. എല്ലാരും കൂടി എന്നെ കരുതി കൂട്ടി ചതിച്ചതാ. ഇവരുടെ മുന്നിൽ നിന്ന് തോറ്റു കൊടുത്താ പിന്നെ എനിക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. പ്രിയങ്ക മോള. ആ ഹലോ മോളെ. അമ്മേ, ചേച്ചി എവിടെ? എന്തു പറ്റി മോളെ? ചേച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ. അവള് കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞു. അത് ഇവിടെ എല്ലാരും കൂടി വരുണിന്റെ പിറന്നാൾ സദ്യ എന്നോട് ഒരുക്കാൻ പറഞ്ഞിരുന്നു. ചേച്ചി വീഡിയോ കോളിലൂടെ പാചകം ചെയ്ത് കാണിച്ച എല്ലാം ഞാൻ തയ്യാറാക്കിയത്. പക്ഷെ അവസാനമായപ്പോ ഞാൻ ശ്രദ്ധിക്കാൻ മറന്നുപോയി. എല്ലാം കരിഞ്ഞുപോയി അമ്മേ. അയ്യോ, ഇവിടെ എല്ലാരും കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലമ്മേ. എന്ത് ചെയ്യാനാ? സംഭവിച്ചത് എന്താന്ന് എല്ലാവരോടും പറയ. അത് പറ്റില്ല. ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ എന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്. അവരുടെ മുന്നിൽ നാണം കെട്ടാലേ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. ഞാൻ പകരം ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാ, അതുപോലും ഇങ്ങോട്ട് എത്തിയില്ല. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. മോള് പേടിക്കണ്ട, അവിടെ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും ഇവിടെയും തയ്യാറാക്കിയിരിക്കുക. അത് അങ്ങോട്ട് എത്തിക്കാം. എന്നത് എത്രയും പെട്ടെന്ന് വേണം. മോള് ഫോൺ വെച്ചോ, ഭക്ഷണം ഇപ്പൊ എത്തും. യശോദേ, പ്രിയങ്ക മോളുടെ മാനം കെടുത്താൻ പറ്റില്ല. അടുക്കളയിൽ ഇവളെന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം. എന്തിന്? ഇവിടുത്തെ അടുക്കളയില് രാധിക മോള് കാണിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ദൂർത്തല്ലേ, ധിക്കാരമല്ലേ? എത്ര നേരമായി അമ്മ ഇതിന്റെ പേരിൽ ഇവളെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ട്? പ്രിയങ്കയ്ക്ക് കാണിച്ചു കൊടുക്കാനാണെന്ന് അവൾ അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ? അതൊന്ന് കേൾക്കാൻ അമ്മ തയ്യാറായോ? ഓ, എന്ന് പറഞ്ഞാ ഇപ്പൊ കാര്യം നടക്കട്ടെ. അമ്മയ്ക്ക് പ്രിയങ്കയെ വിളിച്ചൊന്ന് ചോദിക്കായിരുന്നല്ലോ, എന്നിട്ട് അമ്മ അത് ചെയ്തോ? ഇവളെന്താ കൊലക്കുറ്റം ചെയ്ത പോലെ ഇവളെ കുറ്റവാളിയായി നിർത്തിയില്ലേ? അമ്മ വഴക്കു പറയുന്നത് നിർത്താൻ ഞാനും യശോദയെ എത്ര തവണ ആവശ്യപ്പെട്ടു, എന്നിട്ട് അമ്മ നിർത്തിയോ? അമ്മയ്ക്ക് നല്ല മനസ്സ് എന്താന്ന് മനസ്സിലാവില്ല. കണിമംഗലത്ത് അവള് തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മനസ്സിലെ വേദന അടക്കി പിടിച്ച് ഇവള് പാചകം ചെയ്തതാ. അതിവിടെ ഇരിക്കും, ഒരിടത്തേക്കും കൊണ്ടുപോകുന്നില്ല. യശോദേ, വാശി കാണിക്കേണ്ട സമയമല്ല ഇത്. പ്രിയങ്ക മോൾക്ക് ഒരു തോൽവി സംഭവിച്ചാലേ അത് ഇന്നത്തേക്ക് മാത്രമല്ല, എന്നേക്കുമായിരിക്കും. വളരെ അധികം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണം ആരും അറിയാതെ പ്രിയങ്ക മോളുടെ അടുത്തെത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലേ? അവള് കൊണ്ടുപോകൊന്നും വേണ്ട. പിന്നെ ആര് കൊണ്ടുപോകും? അമ്മ കൊണ്ടുപോകും. കണിമംഗലത്തെ ആരും കാണാതെ ഈ ഭക്ഷണം അവിടെ എത്തിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? പറ. എന്നെ കൊണ്ടാവില്ല.
നിനക്ക് പറ്റില്ലേ? ഈ ഉണ്ടാക്കിയ ഭക്ഷണം കണിമംഗലത്ത് എത്തിക്കണമെങ്കിൽ അത് രാധിക തന്നെ പോകും. അഥവാ ആ കാര്യത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അയിത്തം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് നമുക്ക് മിണ്ടാതിരിക്കാം. അതേ നടക്കൂ. അച്ഛാ, നമുക്ക് വേറെ ആരെങ്കിലും അയക്കാം. നമുക്കാർക്കും പോണ്ട. ഇത് അവളുടെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാ. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം നിന്നെ തള്ളി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതല്ലേ? അങ്ങനെയല്ലേ അതെല്ലാം കരിഞ്ഞു പോയത്? അപ്പോ അവളുടെ മുന്നിൽ നീ തന്നെയാ ജയിക്കേണ്ടത്. മോള് പോ. മുത്തശ്ശി പറഞ്ഞതൊന്നും മോള് കാര്യാക്കണ്ട. നിന്റെ അനിയത്തിക്ക് വേണ്ടിയല്ലേ? പോച്ചാ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാവരും കഴിക്കാൻ കാത്തിരിക്കാൻ തോന്നുന്നു. പായസം ഹൽവ അടക്കം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പാചകം ചെയ്ത് നന്നായി. ഇങ്ങ് തന്നെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ആ പ്രിയേ, ഞാനിവിടെ എത്തിയെന്ന് നീ വീട്ടിൽ വിളിച്ച് പറയണം കേട്ടോ. അവർക്ക് നല്ല ടെൻഷനില്ല. അതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഈ പാത്രങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകണം. വേറെ പാത്രങ്ങൾ അവരിവിടെ കണ്ടാൽ സംശയിക്കും. അല്ല, അത് ഞാൻ അകത്തേക്കൊന്നും വരണ്ട. ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി നിന്നോ. ആ അതെ, മറിഞ്ഞു നിൽക്കുന്നിടത്തുനിന്ന് ഒരു കാരണവശാലും പുറത്തു വരരുത്. ഇവിടെ ആരെങ്കിലും ചേച്ചിയെ കണ്ടെന്റെ സ്വഭാവം മാറും. വഴക്ക് പറയല്ലേ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ വന്നേ. ഇവിടെ നാളെ കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് മാറി നിൽക്ക്. പോ. അതെ, ഇനിയൊരു സ്പെഷ്യൽ സാധനമുണ്ട്. വിളമ്പട്ടെ എല്ലാവർക്കും? ചോദിക്കാൻ എന്തിരിക്കുന്നു മോളെ, വിളമ്പ്. ഇതെന്താ? സ്പെഷ്യൽ ഹൽവയാ, കഴിച്ചു നോക്ക്. ഏട്ടത്തിക്ക് അല്പം കൂടുതൽ ഇരിക്കട്ടെ. കഴിച്ചു. മോളെ, സത്യം പറഞ്ഞ അച്ഛൻ അല്പം ആശങ്ക ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കുറവ് വരുമെന്ന്. പക്ഷെ മോള് മിടിക്കുക. നിറഞ്ഞ സദ്യവട്ടത്തിന് ശേഷം ഈ സ്പെഷ്യൽ അലുവ കൂടി കഴിക്കുമ്പോ അമൃത് കഴിക്കുന്ന പോലെ തന്നെയാ. അതിൽ കുറഞ്ഞൊന്നും പറയാനില്ല.